ഡ്രസ് മാറ്റി വരൂ, നമുക്ക് പണി കൊടുക്കണ്ടേ? എടാ സുലൈമാനെ, ആ പണക്കൊതിമാരായ മത്തങ്ങ മുതലാളിനെ അമേരിക്കൻ അമ്മേനെ സൂസിപ്പെടുത്തി നമുക്ക് തമ്മിൽ അടുപ്പിച്ചാലോ? ഹൗ പാറു ഹൗ. എടാ സുലൈമാനെ, ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് ആ പിങ്ക് സാരിയല്ലേ? ആ പിങ്ക് സാരി കൊണ്ട് തന്നെ ഈ മൂന്ന് പണക്കൊതിമാർക്ക് നമുക്ക് പണി കൊടുക്കാം. ഈസ് ഇറ്റ് പോസിബിൾ? 100% പോസിബിൾ സുലൈമാൻ. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ചെറുതായിട്ട് ഒരു കളി കളിച്ചാൽ മതി. എടി പാർക്കുട്ടി, ഒരു ഡൗട്ട്. ആ പിങ്ക് സാരി സൂസി മേഡത്തിന് ഇഷ്ടപ്പെട്ടാലല്ലേ നമ്മുടെ പണിക്ക് നടക്കുള്ളൂ. ഇഷ്ടപ്പെടണം. എടി പെണ്ണ്, ആർക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. സൂസി മേഡത്തിന് ഇഷ്ടപ്പെടണ്ടേ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ? സൂസി മേഡത്തിനെ കൊണ്ട് ആ സാരി എടുപ്പിക്കാനുള്ള വഴിക്ക് എന്റെ കയ്യിലുണ്ട് സുലൈമാനെ. Come on everybody, let's start our game. ഇവളിത് എന്ത് പണിയാണ് ഒപ്പിക്കാൻ പോണത്? കോടീശ്വരന്മാരെ കോടീശ്വരിയായ സൂസി മേഡം, വെൽക്കം വെൽക്കം. ഇരിക്കൂ മേഡം. മമ്മിയുടെ സാരിയിൽ ജ്യൂസ് ഒഴിച്ചിട്ട് ഒരു കൂസലില്ലാതെ നിന്ന് ചിരിക്കുന്നത് കേട്ടോ? യെസ് മോളു, അവൾക്കിട്ട് ഞാൻ നല്ലോണം കൊടുക്കുന്നുണ്ട്. മേഡം, യു ആർ സോ ബ്യൂട്ടിഫുൾ. ഇത്രയും ബ്യൂട്ടിയായ ഒരു പണക്കാരി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മേഡത്തിന്റെ അതേ കോപ്പി തന്നെ മോളു. എന്നാ ഭംഗിയാണെന്നറിയോ? വളർന്നു വരുന്ന ഐശ്വര്യയാണെന്നാ തോന്നുന്നേ. മമ്മി, ഹലോ, ഞാൻ വളർന്നു വരുന്ന ഐശ്വര്യയാണെന്ന്. എനിക്ക് മമ്മിയുടെ മോളുടെ മുഖത്ത് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. ഈ സൗന്ദര്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു മേഡം? ഞാനൊന്നും ചെയ്യുന്നില്ലെന്നേ, ഇതൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയതാ. മേഡത്തിന് മോൾക്ക് സിനിമയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? എനിക്ക് ദുൽഖറിന്റെ ടൗണിന്റെ നായികയായിട്ട് ഒരുപാട് അവസരങ്ങൾ വന്നതാ, പക്ഷെ ഞാൻ പോയില്ല. അയ്യോ, അതെന്ത് പറ്റി മേഡം? ഞാനെങ്ങനെ സിനിമയിൽ പോയാലേ എല്ലാ നടന്മാർക്കും നായികയായിട്ട് എന്നെ മതി മതി എന്ന് പറയും. പിന്നെ അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്നാ തള്ളടി. എടി ചിത്രം, നിന്നെ ഞാൻ സമ്മതിച്ചടി. ആ മേഡത്തിന് മോളെ നീ സുഖിപ്പിച്ച് കുപ്പിയിലാക്കിയല്ലോ. വേറെ വഴിയില്ലല്ലോ. ആ ജ്യൂസ് ഒഴിച്ച ദേഷ്യത്തില് എന്നെ കടിച്ചു കയറാനുള്ള ദേഷ്യത്തിൽ വരുവായിരുന്നു. നോക്കിക്കേ, ഇപ്പൊ നിന്നോട് എന്നാ സ്നേഹാന്നറിയോ? എടി പെണ്ണെ, ആരെങ്കിലും നമ്മളെ കടിച്ചു കയറാൻ വരുവാണെങ്കിൽ അവര് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവര് സുഖിച്ച് വീണോളുന്നേ. എന്താ നിങ്ങൾ തമ്മിൽ ഡിസ്കഷൻ? ഇവള് പറയുവാണേ മേഡത്തിന് കണ്ടൊരു കുട്ടിയുണ്ടെന്ന് തോന്നത്തേയില്ല, കോളേജിൽ പഠിക്കുവാണെന്നേ തോന്നത്തുള്ളൂന്ന്. ഓ ഗോഡ്, എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. സൗന്ദര്യം ഒരു ശാപമായല്ലോ ദൈവമേ, എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. മേഡം ഇരിക്കൂ. യുവർ സ്വീറ്റ് നെയിം? എന്റെ പേര് ചിത്ര, ഇവളുടെ പേര് ഗീത. ഓക്കെ ചിത്ര, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് തരണം. ഞാൻ അതിലേക്ക് 5000 rupees ടിപ്പ് തരാം കേട്ടാ? 5000 rupees ആ? ചിത്ര ഹാപ്പി അല്ലേ? ഹാപ്പിയാണ് മേഡം. എടി, നിനക്ക് കോൾ അടിച്ചല്ലോ. അതെടി, ആ പുട്ടി അടിച്ച് നടക്കുന്ന മമ്മിയുടെ മോളെ ഇനി പൊക്കി അടിച്ചാലേ നമുക്ക് നല്ല പൈസ കിട്ടടി. എക്സ്ക്യൂസ് മീ. യെസ് മേഡം. എബോ 4 lakhs ന്റെ സാരി കളക്ഷൻസ് കാണിക്കൂ. ഓക്കേ മേഡം. ചേച്ചി, മമ്മി, നീ ആ പാറുകുട്ടി ഫ്രണ്ട്സും കണ്ടു മോളെ. ആ കുട്ടി പിശാചുകളെ മൈൻഡ് ആക്കണ്ട. ഓക്കേ മമ്മി. എടാ സുലൈമാനെ, ദേണ്ടേ നോക്കിയേ. ആരിത്? വലിയ വീട് സൂസമേടെ കല്ലുമേടോ? ഞങ്ങൾ ഇത്രയും നേരം ഷോപ്പിലിട്ടായിട്ട് മേഡത്തിന് കല്ലുമേടത്തിന് കണ്ടില്ലല്ലോ. അതിന് ഞങ്ങൾ എന്ത് വേണം? തലകുത്തി നിൽക്കണോ? തലകുത്തി നിൽക്കണം. മമ്മി, ഷീ ഈസ് ഇറിറ്റേറ്റിംഗ് മീ. എനിക്ക് ഷോപ്പിൽ നിൽക്കണ്ട, നമുക്ക് പോകാം. കൂൾ കല്ലു കൂൾ. അവരെ പേടിച്ചിട്ട് നമ്മൾ എന്തിനോട്ട് പോകുന്നേ? ഇത് നമ്മളുടെ അങ്കിളുടെ ഷോപ്പല്ലേ? എന്താ കല്ലുമേടം തലകുത്തി നിൽക്കുന്നില്ലേ? നീ പോയി പശുക്കുട്ടി. കല്ലുമേടം, എന്തായാലും ഒത്തിരി നന്ദി കേട്ടാ. ഫോർ വാട്ട്? നീ കാരണമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരാഴ്ച സസ്പെൻഷൻ കിട്ടിയേ. അതുകൊണ്ട് എന്റെ ശിവേച്ചിയുടെ ഫംഗ്ഷനെ എനിക്ക് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കിട്ടില്ല. പിള്ളേരെ പോ. ലക്ഷങ്ങളുടെ സാരി വാങ്ങാൻ വന്ന് ഞങ്ങളോട് ഇവർ പെരുമാറുന്നത് കണ്ടില്ലേ? മാറി നിൽക്കാൻ പറയലോട്. മക്കളെ, ഇങ്ങോട്ട് മാറി നിന്നേക്ക്. കോടീശ്വരി മേഡം, ഇതിന് 3.5 ലക്ഷം രൂപയാ വില. എബോ 4 lakh സാരിയാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഗോൾഡ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള സാരി ഉണ്ടെങ്കിൽ അത് കാണിക്കൂ. ഓക്കേ മേഡം. ഇതിൽ പ്യുവർ ഗോൾഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് 4 lakhs rupees ആണ് മാം. ഇതിലും വില കൂടിയ സാരി ഉണ്ടോ? യെസ് മാം, നിയർ 5 lakhs rupees വരുന്ന ഒരു സാരി ഉണ്ട്. ഓക്കേ, ഷോ മീ. എടി പാറുകുട്ടിയെ, എന്ത് സുലൈമാൻ താക്കോ? എടി പെണ്ണെ, സൂസുമേടെ 5 ലക്ഷത്തിന്റെ സാരിക്ക് നോക്കണത് ആ പിങ്ക് സാരി നോക്കണ പോലും ഇല്ല. എന്നാലേ നമ്മളെ പണി നടക്കുള്ളൂ. സൂസുമേടെ പിങ്ക് സാരി സെലക്ട് ചെയ്ത പ്രശ്നം തീരൂലേ? അത് എങ്ങനെ സെലക്ട് ചെയ്യാനാണ്? ഒരു ചുവപ്പ് കളർ സ്വർണ്ണ കളർ വേണമെന്നല്ല പറഞ്ഞത്. പിങ്ക് സാരി ഒരു എടുക്കൂലേ? എടുക്കൂ സുലൈമാനെ, അല്ലെങ്കിൽ പാറുകുട്ടി എടുപ്പിക്കുന്നേ. എങ്ങനെയാണ്? ഇതാണ് മാം പ്യുവർ ഗോൾഡൻ ത്രെഡ്സ് വിത്ത് ഹാൻഡ് മെയ്ഡ്. വൗ, ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. ഈ സാരി എടുത്ത് എന്റെ ബേബിയുടെ നെയിമിംഗ് സെറമണി ഞാൻ ഒരു പൊളിക്കും. ഒന്ന് നിവർത്തി കാണിച്ചേ. ഷുവർ മേഡം. വൗ, എടി പാറുകുട്ടി, ഒരു വൗ പറഞ്ഞ സാരി സെലക്ട് ചെയ്തിട്ടാ. ഇപ്പോ കാണിച്ച സുലൈമാനെ, ആ സാരി മാറ്റിട്ട് ഒരു പിങ്ക് സാരി എടുക്കും. ചേച്ചി, എന്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ഇല്ലായിരുന്നോ? ആ പിങ്ക് കളറുള്ള സാരി, അതൊന്ന് എടുക്കൂ ചേച്ചി. ഈ സാരിയാണ് മോള് പറഞ്ഞേ? അതെ ചേച്ചി. ഈ സാരിക്ക് എത്ര രൂപയാ? 2,80,000 രൂപയാണ് മോളെ. നോക്കി നിൽക്കാതെ എല്ലാവരും കരയേ.
റെഡ് ആൻഡ് ഗോൾഡ് സാരി എടുക്കണ്ട മമ്മി, ആ പിങ്ക് സാരി എടുത്താ മതി. എന്നിട്ട് മമ്മി ആ പിങ്ക് സാരി എടുത്തോണ്ട് ശിവേച്ചിയുടെ ഫംഗ്ഷൻ അങ്ങ് പോയാലോ? അത് അടിപൊളിയാവില്ലേ? അത് കണ്ട് നീലും തളർന്നു പോകും. അല്ല കല്ലുമോളെ? പിന്നല്ല. എന്നാ ബുദ്ധിയാണ് കല്ലുമോളെ നിനക്ക്. താങ്ക് യു. ഹേ ചിത്ര, എനിക്ക് റെഡ് സാരി വേണ്ട, ആ പിങ്ക് സാരി മതി. മാഡത്തിന് 5 ലക്ഷത്തിന്റെ സാരിയല്ലേ വേണ്ടേ? ഇതിന് 2,80,000 രൂപയുള്ളൂ. ഈ റെഡ് സാരിയോട് വെച്ചിട്ട് ആ പിങ്ക് സാരിക്ക് തന്നെ. ഇപ്പൊ ഈ പിങ്ക് സാരിക്ക് 5 ലക്ഷത്തിനെക്കാട്ടും വിലയുണ്ട്. ഈ സാരി എടുത്ത് ഞാനൊരു കലക്കും. ഒരു പാർക്കുട്ടി അന്റെ ബുദ്ധി വിമാനം തന്നെ. ആ സാരി സൂസുമേടെ എടുത്തടി. എടി, ഇനി എന്താ നെക്സ്റ്റ് പ്ലാന്? ഇനി നമ്മുടെ അമേരിക്കൻ അമ്മായി ഇങ്ങോട്ട് വരുത്തണം. അതെങ്ങനെ പാർച്ചേച്ചി? നമ്മൾ വിളിച്ച അമേരിക്കൻ അമ്മായി വരുമോ? അതിനൊക്കെ ഐഡിയ ഉണ്ട് നിങ്ങളെ. എല്ലാരും വാ. ഈ സാരി ഫിക്സഡ് ആണ്. ആര് വന്ന് ചോദിച്ചാലും ഈ സാരി കൊടുത്തേക്കരുത്. ഷുവർ മാഡം. കം ഓൺ കലു, ഇനി നിനക്കുള്ള ഡ്രസ് എടുക്കാം. ഓക്കേ മമ്മി. എടി ടീടി, നീ രക്ഷപ്പെട്ടല്ലോ. ആ പിള്ളേര് കാരണം പിങ്ക് സാരി വിറ്റുപോയി. അത് ചിത്ര, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. എന്റെ ശമ്പളം കട്ട് ചെയ്യുന്നതിന് മുന്നേ സാരി വിറ്റുപോയ കാര്യം ഞാൻ മുതലാളി വേഗം പോയി പറയട്ടെ. ശരിയടി, വേഗം പോയിക്കോ. ഈ പാർക്കുട്ടി 5 ലക്ഷത്തിന്റെ സാരി വാങ്ങാൻ വന്ന സൂസുമേടത്തിനെ കൊണ്ട് ആ 2,80,000 സാരി വാങ്ങിപ്പിച്ചല്ലോ. ഇത് പുലിയല്ലടി, പുപ്പുലി. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ പാർക്കുട്ടി? അമേരിക്കൻ അമ്മായിന്റെ ഡ്രീം സാരി സൂസുമേട എടുത്ത കാര്യം അമേരിക്കൻ അമ്മായി അറിയണം. അതെങ്ങനെ അറിയും? നമ്മൾ അറിയിക്കും പൊടി മോളെ. അതറിഞ്ഞാലേ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവുമല്ലോ പാർക്കുട്ടിയെ. എന്താ മുതലാളി, എല്ലാം ഓക്കേ അല്ലേ? ഡബിൾ ഓക്കേ മാഡം. 2,80,000 രൂപ സാരിക്ക്, ബാക്കി 20,000 രൂപ മുതലാളിക്ക് ടിപ്പായിട്ട് എന്റെ വക. ഇനി എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിലേ അതും ചോദിച്ചോ, ഞാൻ എത്ര വേണമെങ്കിലും തരാനേ. എന്റെ ഡ്രീം സാരി എനിക്ക് സ്വന്തം വേണം. അതിനൊരു മാറ്റവും വരത്തില്ല മാഡം. ആ സാരി മാഡത്തിന് സ്വന്താ. അത് ഈ മത്തായി മുതലാളി മാഡത്തിന് തരുന്ന വാക്കാ. എന്ത് ഭൂകമ്പം ഉണ്ടായാലും ആ സാരി മാഡത്തിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കും. എന്റെ ഡ്രീം സാരി എടുത്തിട്ട് വേണം എന്റെ മകന്റെ കല്യാണത്തിന് എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ. ആ മുതലാളി, നിങ്ങളെ ഞാൻ പ്രത്യേകം വിളിക്കാം. എന്റെ മകന്റെ കല്യാണം ഈ വരുന്ന ഞായറാഴ്ച. നിങ്ങൾ എന്തായാലും വരണം. ഓ വരാം. എനിക്ക് ആ പിങ്ക് സാരി വേണം. ഇതെന്റെ പ്രസ്റ്റീജ്. മാഡം, അത് കൊച്ചു പിള്ളേരല്ലേ, അവർക്കൊന്നും അറിയാതെ പറയുന്നതാ. മാഡത്തിന്റെ ഡ്രീം സാരി അവിടെ തന്നെ ഉണ്ടാകും. ഇനി സൂസു മാഡം എടുത്താലും അവളെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിത്തരാം മാഡം. വാങ്ങി തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഈ ഷോപ്പിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതമേ നീ എന്നോട് പറഞ്ഞില്ലേ, അതെല്ലാം ഞാൻ എണ്ണി പറഞ്ഞു കൊടുക്കും. അയ്യോ വേണ്ട മാഡം, ആ സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. അത് മാഡത്തിനുള്ളതാ. എങ്കിൽ നടക്ക്. സത്യം എന്താണെന്ന് നമുക്ക് ഇപ്പൊ തന്നെ അറിയാലോ. അങ്ങോട്ട് നടക്കണോ മത്തായി മുതലാളി?